മുഹമ്മദ് റഫിയുടെ പാട്ടുകൾ മാത്രം പാടുന്ന, നെഞ്ചോട് ചേർക്കുന്ന ഗായകരും ആസ്വാദകരുമുള്ള ഒരു മഹാനഗരമാണ് കോഴിക്കോട്. അത്രത്തോളം റഫിയുടെ ശബ്ദത്തെ സ്നേഹിക്കുന്ന ആളുകൾ ഈ നഗരത്തിലുണ്ട്. മുഹമ്മദ് റഫിയുടെ 45-ാം ഓർമ്മദിനം ആഘോഷിക്കുന്ന വേളയിൽ കോഴിക്കോട്ടെ ഓരോ സാധാരണക്കാരനും പാടുന്നത് റഫിയുടെ ഗീതമാണ്, പാട്ടാണ്. ആലാപനം കൊണ്ടും ശബ്ദമാധുര്യം കൊണ്ടും സംഗീതപ്രേമികളെ വിസ്മയിപ്പിച്ച അതുല്യ പ്രതിഭയാണ് മുഹമ്മദ് റഫി. സംഗീതത്തോട് ഇത്തിരി മുഹബത്ത് മതി റഫി പെട്ടെന്ന് കൽബിൽ കയറാൻ. അത്രയേറെ മനോഹരമാണ് റഫിയുടെ പാട്ടുകൾ. കോഴിക്കോട്ടെ ഓട്ടോ തൊഴിലാളി സയാദ് അബ്സർ റഫിയുടെ കടുത്ത ആരാധകനാണ്. അതായത് റഫി സാഹിബിനെ കുറിച്ച് പറഞ്ഞാൽ തീരാത്ത മണിക്കൂറുകളും ദിനങ്ങളും ഒക്കെയാണ് വരിക. പറഞ്ഞു തുടങ്ങിയാൽ തീരൂല. പക്ഷെ എന്നാലും നമ്മൾ ചുരുക്കം ചില വാക്കുകളിൽ പറയണമെങ്കിൽ റഫി സാഹിബിനോടുള്ള പ്രണയം മേൽത്തട്ടിലുള്ള ആൾക്കാരെല്ലാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഓട്ടോ ഡ്രൈവർ, പച്ചക്കറി പാളയത്തിലെ ആൾക്കാർ, മീൻ മാർക്കറ്റിലെ ആൾക്കാർ എന്ന് തുടങ്ങിയ നഗരത്തിൽ വലിയങ്ങാടി ഇങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും റഫി സാഹിബിൻ്റെ പാട്ടുകൾ ഹൃദയത്തിലേറ്റി നടക്കുന്ന ആൾക്കാരുണ്ട്. കോവിഡിന് ശേഷം പ്രവാസ ജീവിതം ഉപേക്ഷിച്ച് കോഴിക്കോട്ടെ തെരുവ് വീതികളിലൂടെ ഓട്ടോ ഓടിക്കുകയാണ് സയാദ്. ഒഴിവുവേളകൾ ആനന്ദകരമാക്കുന്നത് റഫി ഗാനങ്ങളിലൂടെയാണ്. അപ്നെ റുഖ് പർ നിഗാഹ് കർനേ ദോ, ഖൂബ്സൂരത് ഗുനാഹ് കർനേ ദോ. വർഷങ്ങൾക്ക് മുൻപ് മുഹമ്മദ് റഫി നേരിട്ടെത്തി പാട്ടുപാടിയതിന്റെ ഓർമ്മകളാണ് ഇന്നും കോഴിക്കോട്ടുകാർക്കുള്ളത്. ഓഗസ്റ്റ് 14-ന് കോഴിക്കോട് ടൗൺ ഹാളിൽ വീണ്ടും റഫി സംഗീത സന്ധ്യ അരങ്ങേറും. അഭി ന ജാവോ ഛോഡ് കർ കെ ദിൽ അഭി ഭരാ നഹീ. ഷഹദ് റഹ്മാൻ, 24 കോഴിക്കോട്. റഫിയുടെ ശബ്ദം മാസ്മരമാണ്. നമുക്ക് അദ്ദേഹം ഒക്കെ കടന്നുപോയല്ലോ എന്ന് ഓർക്കുമ്പോൾ വലിയ സങ്കടമാണ്. നമ്മുടെ കരൾ തുറച്ചു കയറുന്ന ഒരു ആർദ്രത അദ്ദേഹത്തിന്റെ പാട്ടുകൾക്ക് പലപ്പോഴും ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.